ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വിചാരിച്ചാൽ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ചിൽ വിർച്വൽ പിയാനോ കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതിൽ ഈ വിർച്വൽ പിയാനോ കീബോർഡ് നെറ്റ് ഫോക്കസ് യൂണിവേഴ്സിൽ നിന്ന് കാണുന്ന ഇതിനെ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പം അത് ഡൗൺലോഡ് ആക്കുക. അത് എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഇത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഓപ്പൺ ഞാൻ കൊടുത്തു. ഓപ്പൺ കൊടുത്താൽ ഇതേമാതിരിയുള്ള വിൻഡോ വരും. അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഇത് ഈ പിക്ചറിൽ തൊട്ടാലും അതേമാതിരി വരും. അപ്പം അതിൽ അഡ്വർടൈസ്മെൻറ്റ് വരും. ആദ്യം അത് സാരില്ല, അത് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ അതേമാതിരി സ്ക്രീൻ വരും. ഇങ്ങനെ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഇവിടെ ഉള്ള മെനു എന്ന് പറഞ്ഞതിൽ തൊടുക. മെനു തൊടുക, അവിടെ സെറ്റിംഗ് ഉണ്ടാവും. ആ സെറ്റിങ്ങിൽ പോയി തൊടുക. അതിൽ ഷോ ലേബിൾ ഓൺ കീസ് ഉണ്ടാവും, അത് ഓൺ ചെയ്യുക. അതേമാതിരി സസ്റ്റെയിൻ സൗണ്ട് റേഷ്യോ ഉണ്ടാവും, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഒരു പച്ച കാണുന്ന മാതിരിയാക്കി വയ്ക്കുക. ഇത് ഏകദേശം ഒരു പകുതിയാക്കി വയ്ക്കുക. ടച്ച് റെസ്പോൺസ് എന്നുള്ള സാധനം പകുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് പിന്നാക്കം പോവുക. അപ്പോൾ നമുക്ക് കാണും, ഇങ്ങനെ കുറേ കാണും. അതിൽ ഇവിടെ ഇത് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. വേറെ എന്തെങ്കിലും നമ്പർ ഇതേമാതിരിയൊക്കെ 19 20 എന്നൊക്കെ കാണും ചിലപ്പോൾ. ഇതിനെ ഈ മൈനസ് അമർത്തിയിട്ട് 12 ആക്കി വയ്ക്കുക. 12 ആക്കി വയ്ക്കുക. അതേമാതിരി ഇത് സ്ലൈഡ് ആവും. ഇങ്ങനെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കീകളുടെയൊക്കെ പേരുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം A4 വരുന്ന മാതിരി വയ്ക്കുക. എങ്ങനെ A4 വരുന്ന മാതിരി, ഏറ്റവും ആദ്യത്തെ കീയുടെ പേര് A4 വരുന്ന മാതിരി A4 എന്ന് വന്നു. ഇങ്ങനെ ആക്കി വെച്ചാൽ നമ്മളുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാൻ പഠിപ്പിക്കാൻ എളുപ്പമാണ് ഇനി ഇങ്ങനെ ആക്കിയതിന് ശേഷം.